എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നിങ്ങൾ തമ്മിൽ കണ്ട കാര്യം സത്യമാണ്. നമ്മുടെ ആപ്പിളിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതുപോലത്തെ സാധനങ്ങളൊക്കെ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിലോട്ട് പറയാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ കാണുന്ന പലരും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണെന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഫോണായിരിക്കും. പക്ഷേ ആ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താണ്, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സാധനം മാറ്റിയെടുക്കാനും ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതാണ് ഐഫോണിൻ്റെ ഒരു കുഴപ്പം. അപ്പം ഈ വീഡിയോയുടെ പ്രസക്തി അതാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. പക്ഷേ നമ്മളിത് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് ചെയ്യേണ്ടി വരും. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വ്ളോഗ് എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐഫോൺ 13 Pro Max ആണ്. അപ്പോൾ ആ ഒരു ഫോണാണ് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. വേറെ ഡിവൈസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പം ഒരു ദിവസം നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സൈഡിലായിട്ട് ഒരു ചെറിയ ഗ്ലിച്ച് പോലെ തോന്നി. അതിനുശേഷം അന്ന് ഒരു 2-3 മണിക്കൂറിന് ശേഷം അത് കംപ്ലീറ്റ് യെല്ലോ ആയി, ഒരു യെല്ലോ സ്ക്രീനായി. അപ്പോൾ അതിനകത്ത് പിന്നെ നമുക്കൊരു റെസ്പോൺസ് ഇല്ല. കോളും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വരും, പക്ഷേ ഡിസ്പ്ലേ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ഫുള്ളൊരു യെല്ലോ സാധനമായിരിക്കും. ഞാൻ ആ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഫുള്ളൊരു യെല്ലോ കളറിൽ ഇങ്ങനെ കിടക്കും, ഒരു ഗ്രെയിൻസ് പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് നമ്മൾ വേറെ പിന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനേ കഴിയില്ല. നമ്മൾ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ബാക്കി എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ, വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ സ്റ്റക്കായി. അപ്പം നമ്മൾ നേരെ ഐഫോൺ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ ഇങ്ങനെ ഈ യെല്ലോ സ്ക്രീൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐഫോണിൻ്റെ തന്നെ ഒരു ബഗ്ഗാണ്. അതായത് അപ്ഡേറ്റ്സ് അയക്കാത്തതോ അല്ലെങ്കിൽ എന്താണ് ക്ലിയർ ആയിട്ടുള്ള സാധനം അറിയില്ല. പക്ഷേ അത് ഐഫോണിൻ്റെ ഒരു ബഗ്ഗാണ്, ആപ്പിൾ ഐഫോണിൻ്റെ ഒരു ബഗ്ഗാണ്. അതുകൊണ്ടാണ് ആ സ്ക്രീൻ അങ്ങനെ വരുന്നത്, അല്ലാതെ നമ്മുടെ വേറെ പ്രശ്നം കൊണ്ടല്ല. ഇത് ശരിക്കും ഈ സ്ക്രീൻ മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു 37,000 ആണ് ഞാൻ കേട്ടത്. ശരിയാണെങ്കിൽ 37,000 എങ്ങാണ്ടാവും ഇത് ശരിക്കും ഈ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഫോൺ, അതായത് നമ്മളിപ്പോൾ നമുക്ക് ഈ ഇഷ്യൂ വന്ന ഫോണിൻ്റെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നല്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഫോൺ ഒരു തേർഡ് പാർട്ടി സർവീസുകാരന് കൊടുത്ത് അവനത് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിന് എലിജിബിലിറ്റി ഇല്ല. പിന്നെ നമ്മുടെ ഫോൺ താഴെ പോയി നമുക്ക് ഡിസ്പ്ലേക്ക് അല്ലാതെ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ട് ഇത് വന്നതാണെങ്കിലും പിന്നെ നമുക്ക് ഇതിനകത്ത് എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ 2-3 ചെറിയ കാര്യങ്ങളുള്ള. അപ്പം ഇങ്ങനൊരു സംഭവം കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അടുത്തുള്ള ആപ്പിൾ ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോകണം. തേർഡ് പാർട്ടി പോകരുത്. തേർഡ് പാർട്ടി പോയി കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തേർഡ് പാർട്ടി പോയി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒന്നെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്താണ് ആദ്യം പോയത്. അപ്പോൾ തേർഡ് പാർട്ടിക്കാർ പറഞ്ഞത് അതിനകത്ത് 2 IC ഉണ്ട്. ആ IC മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിയാവും, 90% ശരിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. അപ്പോൾ ഈ IC മാറ്റാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ വില എന്ന് പറയുന്നത് 9,500 ആണ് ഈ 2 IC മാറ്റാൻ. അത് ശരിയായില്ലെങ്കിൽ 35,000 രൂപ കൊടുത്ത് നമുക്ക് ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. അപ്പം ഇൻ കേസ് ഇത് ശരിയായില്ലെങ്കിൽ മൊത്തം ഒരു 50,000 രൂപ അടുപ്പിച്ച് നമുക്ക് നഷ്ടം വരും. അപ്പം ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ നേരെ നമുക്കിപ്പോൾ ഓക്കെ ശരി പോട്ടെ, നമുക്ക് 9,500 രൂപയ്ക്ക് ഇത് ശരിയാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ വേണമെങ്കിൽ പോകാം. അത് ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മൾ 35,000 രൂപ കൊടുക്കണം. എന്തിന്? നമ്മളത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ നമ്മൾ എലിജിബിലിറ്റി എല്ലാം ഓക്കെയാണ്. നമ്മൾ വേറെ ഒന്നും ആരും കൊണ്ടും തൊടിപ്പിച്ചിട്ടില്ല, തേർഡ് പാർട്ടി ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഫോണിലില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് സർവീസ് സെൻറ്ററിൽ പോകാം. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം ഈ ഫോണൊന്ന് പരിശോധിക്കും. ഇത് പറഞ്ഞ മാതിരി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, താഴെ വീണിട്ടില്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അവർ ആദ്യം ഉറപ്പ് വരുത്തും. എന്നിട്ട് ഈ എടുത്ത ഫോട്ടോസും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ആപ്പിളിന് അയച്ചു കൊടുക്കും. ആപ്പിളിന് അയച്ചു കൊടുത്തിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു എക്സെപ്ഷൻ കിട്ടണം. ആ എക്സെപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് ഇവർ പ്രൊസീഡ് ചെയ്യുള്ളൂ. ഈ എക്സെപ്ഷൻ കിട്ടി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ നമ്മളെ അറിയിക്കും. അതിനുശേഷം നമ്മുടെ ഫോൺ അവരെ എടുത്ത് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ മാറ്റി കംപ്ലീറ്റ് ക്ലിയർ ആക്കി സെറ്റാക്കി നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഇതിനെല്ലാം കൂടെ എത്ര സമയം എടുക്കും എന്നല്ലേ? മോസ്റ്റ്ലി ഈ എക്സെപ്ഷൻ എടുക്കാൻ ഇൻ കേസ് ഡിലേ ആവുകയാണെങ്കിൽ മാക്സിമം 2 ദിവസം. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റിത്തരാൻ അത് അവരുടെ ഓർഡർ അനുസരിച്ച്. ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു 8-10 ഓർഡേഴ്സ് പെൻഡിങ് ആയിരുന്നു. കാരണം അത്രയും ആൾക്കാർക്ക് ഇപ്പം ഈ കാണുന്ന പലർക്ക് ഈ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇതിനെപ്പറ്റി അറിയാതിരിക്കാം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം കുറേ പേരിങ്ങനെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8-10 പേരുണ്ടായിരുന്നു. അപ്പം ഒരു ഡിസ്പ്ലേ മാറ്റാൻ മിനിമം ഒരു 2 hours 2.5 hours എടുക്കും എന്നുള്ള രീതിയിൽ ആ ഒരു ഗ്യാപ്പ് ഇട്ടാണ് അവർ നമുക്ക് എത്ര ETA അതായത് നമുക്ക് എപ്പം തിരിച്ച് ഫോൺ കിട്ടും എന്ന് പറയാം. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് 2 ദിവസം എടുത്തു. എക്സെപ്ഷൻ കിട്ടാൻ 2 ദിവസം എടുത്തു, ഡിസ്പ്ലേ മാറ്റി കിട്ടാൻ 2 ദിവസം എടുത്തു. അങ്ങനെ മൊത്തം 4 ദിവസം എടുത്തു. ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാത്തവർക്ക് ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവും. നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ചെറിയ വില കേൾക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ചില തേർഡ് പാർട്ടി സർവീസ് സെൻറ്ററിൽ പോകാം, പക്ഷേ അത് ചിലപ്പം പണി കിട്ടാം. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടി
വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നേരെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിക്കുക, എങ്ങനെയാണോ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പറയുന്നത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.